ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുവാണ്. ഫസ്റ്റ് ചാപ്റ്റർ, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതി കറണ്ടിൻ്റെ എഫക്റ്റ്. ഈ ചാപ്റ്ററിൽ നമുക്ക് രണ്ട് എഫക്റ്റാണ് പഠിക്കാനുള്ളത്, ഹീറ്റിംഗ് എഫക്റ്റും ലൈറ്റിംഗ് എഫക്റ്റും. ആ ചാപ്റ്റർ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ഈ രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളുടെ വിശദീകരണമാണ് ആ ചാപ്റ്ററിൽ തരുന്നത്. ഹീറ്റിംഗ് എന്താണ്, ഹീറ്റിംഗ് എഫക്റ്റ്, ലൈറ്റിംഗ് എന്താണ്, അതായത് കറണ്ടിൻ്റെ ഹീറ്റും ലൈറ്റും രണ്ട് പ്രത്യേകതകളെ ഡിഫൈൻ ചെയ്ത് പഠിക്കുക നമ്മൾ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലെ വേർഡ്സും അല്ലെങ്കിൽ ടേംസും അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലും ഞാൻ ആദ്യം ഒന്ന് എഴുതി കാണിക്കാം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻസ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേമായിട്ട് ഞാൻ എഴുതുന്നത് കറണ്ടാണ്. കറണ്ട്, ഓക്കെ. കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് ഐ എന്നാണ് കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തത് ചാർജ്. ഓക്കെ, ചാർജ് എന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് ക്യൂ എവിടെ കണ്ടാലും അത് ചാർജാണ്. അടുത്ത് നമുക്കറിയാവുന്ന കാര്യമാണ് ടൈം എന്താണ്, ടി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന ടേംസും എൻ്റെ സിമ്പലുമാണ്. അടുത്തതാണ് പൊട്ടൻഷ്യൽ, വി. ഇനി വർക്ക്, എനർജി, ഇത് നമ്മൾ മാറി ഉപയോഗിക്കുന്ന ടേമാണ്. വർക്കിനെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എല്ലായിടത്തും W വെച്ചിട്ടാണ്. ഓക്കെ, വർക്ക് പറഞ്ഞാൽ പിന്നെ പറയേണ്ടതാണ് പവർ. ഓക്കെ, പവർ P അറിയാലോ. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞല്ലേ. ഇനി പറയേണ്ടത് റെസിസ്റ്റൻസ് ഈ ചാപ്റ്ററിൽ വേണ്ടതാണ്. റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R. പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് ഹീറ്റിംഗ് എഫക്റ്റ് എന്നാണെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഹീറ്റിനെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ഹീറ്റ് എന്ന് പറയുമ്പോൾ ഹീറ്റ് എനർജിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചൂട് എന്ന് പറയുന്നത് എനർജിയാണല്ലോ, ഹീറ്റ് എനർജിയെ H വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് അതിൻ്റെ നൊട്ടേഷൻസും അറിയാതിരിക്കണം. അപ്പോൾ കറണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് I എന്ന ടേം വരണം, അല്ലെങ്കിൽ I എന്ന് കാണുമ്പോഴേ കറണ്ടാണെന്ന് മനസ്സിലാവണം. ചാർജ് Q, ടൈം T, പൊട്ടൻഷ്യൽ V, വർക്ക് W, പവർ P, റെസിസ്റ്റൻസ് R ആൻഡ് ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി H. ഓക്കെ, ഇത്രയും ടേംസ് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം. ഇപ്പോൾ എല്ലാം കൂടെ ഞാൻ ഈ ഒരു സ്ക്രീനിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ലെഫ്റ്റിൽ എഴുതിയത്. പക്ഷേ ഇക്വേഷൻസ് എഴുതുമ്പോൾ കൺജസ്റ്റഡ് ആയി പോകും. അതുകൊണ്ട് നിങ്ങളിത് ഒരു പേപ്പറിൽ നോട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒറ്റ പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ നോട്ട് ചെയ്യുക, അതായത് ഇപ്പുറത്ത് സ്പേസ് ഉള്ള രീതിയിൽ. എന്നിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാനിത് ക്ലിയർ ചെയ്യുവാണ്. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻസിലേക്ക് പോവാണ്. ആദ്യമായിട്ട് ഞാൻ എഴുതുന്ന ഇക്വേഷനാണ് സ്പേസ് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം പറഞ്ഞ സിമ്പലിൻ്റെ തന്നെയാണ് കറണ്ട് I ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കറണ്ട് I ഈസ് ഈക്വൽ ടു Q/T. കറണ്ട് എന്ന് പറയുന്നത് ചാർജിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ചാർജ്. നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. എത്ര ചാർജ് എത്ര സമയത്തേക്ക് ഒഴുകി എന്നതിൻ്റെ ഒരു മെഷറാണ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇതൊരു ഇക്വേഷനാണ്. ഇതിൽ നിന്ന് നമ്മൾ അടുത്തത് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എഴുതാം. I ഈസ് ഈക്വൽ ടു Q/T ആണെങ്കിൽ ചാർജ് എന്താണ്? ചാർജ് Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു T. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി എഴുതാം. I എന്ന് പറയുന്നത് Q/T ആണെങ്കിൽ Q എന്ന് പറയുന്നത് എന്താ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, I ഇൻറ്റു T, ക്യൂവിനെ മാത്രം എടുത്ത് എഴുതാൻ. അപ്പോൾ അതാണ് I ഇൻറ്റു T ആണ് Q. ഇനി T ആണ് നമുക്ക് എഴുതേണ്ടതെങ്കിലോ, ഇവിടുന്ന് T ആണ് എഴുതേണ്ടതെങ്കിലോ ഈ ക്യൂവിനെ താഴേക്ക് കൊടുക്കുക, I/Q. അങ്ങനെ ഏതൊരു ഇക്വേഷൻ കണ്ടാലും അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒക്കെ നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെ എഴുതാൻ നമ്മൾ പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ കറണ്ട് പറഞ്ഞു, ചാർജ് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് വർക്ക്.
W. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അതിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യലിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോയി വെക്കുവാണ്. ഓക്കെ, അതിന് ഒരു ചാർജിനെ ഒരു പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവെക്കാൻ നമുക്ക് എന്തുമാത്രം പ്രവൃത്തി ചെയ്യണം, അതാണ് ഇവിടെ നമ്മൾ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ ചാർജ് Q ഇൻറ്റു V. V എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു, പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ വർക്ക് W is equal to Q ഇൻറ്റു V. അപ്പോൾ ഇപ്പം നമുക്ക് നേരത്തെ നമ്മൾ ക്യൂവിനുള്ള ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, അതിൽ നിന്ന് തന്നെ നമുക്ക് എന്തെഴുതാം? ക്യൂവിനെ IT എന്നെഴുതാം അല്ലേ, IT ഇൻറ്റു V. ഇവിടുന്ന് വെച്ച് തന്നെ നമുക്ക് വർക്കിന് വേറൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെക്കാം. എന്തിനാണ് നമുക്ക് ഉടനെ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എഴുതുന്നതാണ് പവർ. പവർ എന്താണ്? P. പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ സമയം കൊണ്ട് എന്തുമാത്രം വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പവർ നമ്മൾ പറയില്ലേ, ഒരു കാര്യം ചെയ്യാനുള്ള പവർ, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതെങ്ങനെ അറിയുന്നത്? ചെറിയൊരു സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരേ ഒരു സമയം ടൈം ഗ്യാപ്പ് കൊണ്ട് എന്തുമാത്രം പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു, അതാണ് നമ്മുടെ പവർ. അപ്പം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈമാണ് എപ്പോഴും പവർ. എവിടെയും പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനെടുക്കുന്ന സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് നേരത്തെ എന്താണ്? QV ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതി? I ഇൻറ്റു T ഇൻറ്റു V എന്ന് എഴുതി. അതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ടൈം വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഓരോ ടൈം വന്നില്ലേ? സോ പവർ എന്ന് പറയുന്നത് എന്താണ്? V ഇൻറ്റു I ആണ് പവർ. ഓക്കെ, പവർ എന്ന് പറയുന്നത് V ഇൻറ്റു I. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒരു ഇക്വേഷനിൽ നിന്ന് മാറ്റി എഴുതാൻ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്തെഴുതാം? വോൾട്ടേജിനുള്ള ഇക്വേഷൻ എഴുതാം കേട്ടോ. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഈസ് ഈക്വൽ ടു P ബൈ I ആണ്. അതുപോലെ തന്നെ ഇതേ ഇക്വേഷനിൽ നിന്ന് കറണ്ട് എന്താണെന്ന് നമുക്ക് എഴുതാം. കറണ്ട് ഈസ് ഈക്വൽ ടു P ബൈ V ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I പഠിക്കണം. അത് പഠിച്ചു കഴിയുമ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് വോൾട്ടേജിനുള്ള ഇക്വേഷൻ എഴുതാം, കറണ്ടിനുള്ള ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളിത് ഒരു പേപ്പറിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. താഴേക്ക് എഴുതണം, കൺഫ്യൂഷൻ ആക്കാതെ നല്ല സെറ്റായിട്ട് ഒരുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അതായത് നമ്മൾ ക്യാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ എഴുതണം. ഓക്കെ, ഞാൻ ഈ പേജ് റബ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ പവർ വരെ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കുള്ളത് എന്തായിരുന്നു? ഹീറ്റ് എനർജി. അടുത്തത് ഹീറ്റ് എനർജി ആയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഹീറ്റ് എനർജി. ഓക്കെ, ഹീറ്റ് എനർജി എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ വർക്ക് എന്ന് പറയുന്ന ടേം തന്നെയാണ് എനർജി. വർക്കും എനർജിയും ഒക്കെ സെയിം ആണ്. അതായത് ഫിസിക്സിൽ ഇതിൽ പറയുവാണെങ്കിൽ എനർജി എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു ഡു വർക്കാണ്. അതായത് വർക്ക് ചെയ്യാനുള്ള കഴിവാണ് എനർജി. അതുകൊണ്ട് വർക്കിനെയും എനർജിയും നമ്മൾ സെയിം ഇക്വേഷൻ വെച്ചാണ് ഫിസിക്സിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വർക്കിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? പവർ ഇൻറ്റു ടൈം എന്നെഴുതാം. ഇവിടുന്ന് എഴുതിയതാണ് വർക്ക് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. നമ്മൾ മുമ്പേ പവറിനുള്ള ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പവർ എന്താണ്? V ഇൻറ്റു I ആണ്. ഇവിടെ എന്തുകൂടെ ഉണ്ട്? ഒരു ടൈം കൂടെ ഉണ്ട്. അപ്പം H എന്ന് പറയുന്നത് V ഇൻറ്റു I ഇൻറ്റു T എന്നെഴുതി. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. നമുക്ക് നേരത്തെ അറിയാവുന്നൊരു കാര്യമുണ്ട്, ഓംസ് ലോ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുക. ഓംസ് ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം R ഈസ് ഈക്വൽ ടു V ബൈ I എന്നാണ്. ഇതൊക്കെ നമ്മൾ കാണാതെ പഠിക്കണം. നമുക്ക് ഇത് ഈ വർഷത്തേക്ക് മാത്രമുള്ളതല്ല, ഇനി +1 +2 ഇനി അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂസിൽ സയൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്തെടുത്താലും നമുക്ക് വേണ്ടതാണ് ഓംസ് ലോ പറയുന്നത് R ഈസ് ഈക്വൽ ടു V ബൈ I. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. എങ്ങനെ എഴുതിയേ? ഈ V എഴുതിയെന്നേ ഉള്ളൂ, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. ഇതാണ് നമ്മുടെ ഓംസ് ലോ. R ഈസ് ഈക്വൽ ടു V ബൈ I. അതിൽ നിന്ന് എഴുതിയതാണ്. അതനുസരിച്ച് നമ്മുടെ ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. H ഈസ് ഈക്വൽ ടു Vക്ക് പകരം ഞാൻ എന്തെന്നാണ് കൊടുക്കുന്നത്? I ഇൻറ്റു R എന്ന് കൊടുത്തു. I ഇൻറ്റു R. ഇവിടെ ഒരു I ഉണ്ടല്ലോ, I ഇൻറ്റു T. അപ്പം 2 I ആയല്ലേ? I ഇൻറ്റു I സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു I² RT. അപ്പം ഹീറ്റ് H ഈസ് ഈക്വൽ ടു
I²RT. ഇത്രയും ഫോർമുലാസാണ്, ഇക്വേഷൻസ് അല്ലെ ഫോർമുലാസാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി 2 ഇക്വേഷനും കൂടെ ഉണ്ട്. ഇക്വേഷൻസ് പറഞ്ഞതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുവാണെങ്കിൽ സീരീസ് കണക്ഷൻ ഇക്വേഷൻ നിങ്ങളങ്ങ് പഠിക്കുക, പിന്നെ നമുക്ക് മനസ്സിലാക്കാം. സീരീസ് കണക്ഷനിൽ R = R1 + R2. അടുത്ത ഒരു ടൈപ്പ് കണക്ഷനും കൂടെയുണ്ട്, പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷനിൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവാമല്ലോ, കൂട്ടിച്ചേർത്ത എന്തോ ആണ്. സീരീസ് കണക്ഷൻ, റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ട്, സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, സീരീസ് വെബ് സീരീസ് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടില്ലേ, അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. സീരീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ആണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ഇവിടെ, ഓക്കെ, ഇത് R1, ഇത് R2, അടുത്ത R3 എങ്ങോട്ട് പോകും, ഇവിടെ വരും. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് സീരീസ് എന്ന് പറയുന്നത്. സീരീസ് കണക്ഷനിൽ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്, അതിൻ്റെ സമ്മാണ് R1 + R2. 3 എണ്ണം ഉണ്ടെങ്കിൽ ഒരു R കൂടെ കൂട്ടുക, R3. ഓക്കെ. പാരലൽ കണക്ഷനിൽ 1/R = 1/R1 + 1/R2. ഇതാണ് പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്, താഴേക്ക് താഴേക്കാണ്. മറ്റേത് അടുപ്പിച്ചടുപ്പിച്ചാണ്, ഇത് താഴേക്ക് താഴേക്കാണ്. ഓക്കെ, ഇതാണ് പാരലൽ കണക്ഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ നിങ്ങളുടെ ബുക്കിലുണ്ടല്ലോ, പേപ്പറിൽ എഴുതണം. ഈ ചാപ്റ്ററിൽ നമ്മുടെ ടേംസ് പറഞ്ഞു: കറണ്ട്, ചാർജ്, ടൈം, വർക്ക്, പവർ, പൊട്ടൻഷ്യൽ, റെസിസ്റ്റൻസ്, ഹീറ്റ്. ഇതിൻ്റെയൊക്കെ സിമ്പൽ എന്താണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഇക്വേഷൻസ് മാത്രമാണ് പറഞ്ഞത്. ഇത്രയും പഠിക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, താങ്ക് യു.